ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അച്ഛമ്മയുടെയും വലിച്ചയുടെയും കൂടി ടൂറ് പോവാണ്. അപ്പോൾ ടൂറ് പോണത് വാഗമണ്ണാണ്. വാഗമണ്ണ് പോകുമ്പോൾ ഞങ്ങൾ ഓരോ അറ്റ്മോസ്ഫിയറും പാർക്കും ഉണ്ട്, അതൊക്കെ നിങ്ങളെയും കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ്. നമുക്ക് വാഗമണ്ണ് പോവാം. ഓക്കെ, ബാ. ഞങ്ങൾ വാഗമണ്ണിൽ കൂടി നടന്നുകൊണ്ടിരിക്കുവാണ്. നടന്ന് കുറേ നേരം നടന്നു. പിന്നെ എൻ്റെ വലിച്ചയുടെ കൈ പിടിച്ച് ഞങ്ങൾ ഓരോ കടകളും നോക്കി മൊട്ടക്കുന്നിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ മൊട്ടക്കുന്നിലേക്ക് പോയി. പിന്നെ ഒരു കടയിലെത്തി. അപ്പോൾ എനിക്കൊരു കുറേ പട്ടങ്ങൾ കണ്ടു. അപ്പോൾ എനിക്കൊരു എണ്ണം മേടിക്കണം എന്നൊരാഗ്രഹം. പട്ടം മേടിച്ചു. പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിലെത്തി. മൊട്ടക്കുന്നിൽ വലിച്ചയ്ക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ വലിച്ച ടിക്കറ്റ് എടുക്കാൻ പോയി. പിന്നെ ഞാനും എൻ്റെ കൂടെ അച്ഛമ്മയും കൂടി ഞങ്ങൾ രണ്ടുപേരും വേറെ സ്ഥലത്ത് മാറി നിന്നേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. മൊട്ടക്കുന്ന് ഇതിലേക്ക് കയറി കഴിഞ്ഞ് കുറേ ഇങ്ങനെ ഓടിയിട്ട് ഏറ്റവും മേളിൽ കയറി നിന്നിട്ട് ഞങ്ങൾ പട്ടം പറത്തിച്ച്. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ കുറേ സമയം കഴിഞ്ഞ് ഞങ്ങൾ പട്ടം മേളിലേക്കാക്കിയേ. അങ്ങനെ മേളിലേക്കാക്കിയിട്ട് കുറേ നേരം അതങ്ങനെ നിന്നു. എൻ്റെ കൂടെ ഉണ്ടായാലും കുഞ്ഞനിയത്തിയില്ലായിരുന്നോ, അവൾ ഭയങ്കര അലമ്പായിരുന്നേ. അപ്പോൾ അവൾ നല്ല അലമ്പായിരുന്നു, കരച്ചിലും എല്ലാം ആയിരുന്നേ. പിന്നെ ഞങ്ങൾ കുറേ പറത്തിച്ചു. അടുത്ത സ്ഥലം ഏതാണെന്ന് നോക്കാം, വാ. അപ്പം ഞാൻ അടുത്തതെത്തിയത് ബോട്ടിങ്ങിലാണ്. ബോട്ടിങ്ങിൽ മൊട്ടക്കുന്നിൽ തന്നെയുള്ളൊരു ബോട്ടിങ്, അതിൽ കയറണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പം നമുക്ക് ബോട്ടിങ്ങിൽ കയറാം, വാ. പിന്നൊരു കാര്യം ഉണ്ടായിരുന്നേ, ഞങ്ങൾ ആ ബോട്ടിങ്ങിന്റെ വീഡിയോ ഇട്ടായിരുന്നു. ആ ബോട്ടിങ്ങിന്റെ വീഡിയോയിൽ ബോട്ടിങ്ങിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ ആ ബോട്ടിങ്ങിൽ അവിടെ ഇരുന്ന ചേട്ടൻ പറഞ്ഞു അത് 1:30-ക്കാണ്. പിന്നെ അത് ക്ലോസ്ഡ് ആയിരുന്നേ. പിന്നെ അടുത്ത സ്ഥലം പൈൻവാലിയിൽ ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞിക്കടയിൽ കയറി. കുറേ തപ്പി കുഞ്ഞിക്കട കിട്ടി. ആ കുഞ്ഞിക്കടയിൽ കുറേ പൂക്കളും നല്ല സൈലന്റ് ഒക്കെയാണ്. കുറേ പൂക്കളുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അതിൻ്റെ പേരൊന്നും. നല്ല വെറൈറ്റി പൂക്കളുണ്ടായിരുന്നു. ഞാൻ കാണാത്ത കുറേ പൂക്കളുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, കുറേ പൂക്കളുണ്ട്. ഒരു വീടിൻ്റെ അടുത്താണ് ഇത്. നല്ല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു അത് കാണാൻ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി കഴിഞ്ഞു. പിന്നെ ആ ചേച്ചി മാഗി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നെ. കുറേ പൂക്കൾ നോക്കിക്കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു. പിന്നെയാണ് ആ ചേച്ചി ഞങ്ങൾക്ക് മാഗി കൊണ്ടുവന്നത്. മാഗി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, നല്ല ചൂടുമായിരുന്നേ. നമുക്കൊന്ന് ഊടിയിട്ടൊന്ന് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണ്. സോസും പെപ്പറും ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഊടിയിട്ട് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ് മാഗി. ഇങ്ങനെയും കഴിക്കാവേ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിയാറായി. അതുകൊണ്ട് ഞങ്ങൾ പൈൻവാലിയിലെ വൈൻ ഫോറസ്റ്റിലെത്തി. അവിടെ നല്ല ക്രൗഡായിരുന്നേ. ആ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി. പിന്നെ എൻ്റെ വലിച്ച ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കുന്ന സമയം ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു മരത്തെ കയറി നിന്ന് ഈ മരക്കമ്പയിൽ ഇരിക്കുമായിരുന്നു. എന്നിട്ട് കുറേ മരങ്ങളുണ്ടായിരുന്നേ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് വൈൻ ഫോറസ്റ്റ്. കുറേ വൈൻ മരങ്ങളായിരുന്നേ. ഞാൻ ഇങ്ങനെ പയ്യെ നടന്നു പോവാണ്. അടുത്തത് ഇങ്ങനെ ഓടി വന്നിട്ട് പക്ഷെ എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായേ, അതാണ് പറ്റിയത്. പിന്നെ അടുത്തത് കുരങ്ങന്മാരുടെയാണ്. കുറേ കുരങ്ങന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഓരോ നടിയിൽ ഒളിഞ്ഞൊക്കെ ഇരിക്കുന്നതുണ്ടായിരുന്നു. മരത്തേലേക്ക് ചാടുന്നതുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം, പൈൻവാലിയിലെ. ബാ പോവാം. പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലം പൈൻവാലിയിൽ ഒരു അഡ്വഞ്ചർ പാർക്കും പിന്നെ ഫ്ലവർ ഷോയും ഉള്ളതാണ്. അതിൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇങ്ങനെ ഓടി വന്നത്. നല്ല ഇറക്കമുണ്ട്, നല്ല പൊക്കമുണ്ട്. അതിൽ കൂടി ഇങ്ങനെ ഓടി വന്നത് കാണാം. പിന്നെ അവിടെ കുറേ വെറൈറ്റി പൂവുണ്ട്. നമ്മൾ മാഗി കഴിച്ചെടുത്ത് കണ്ട പൂ ഇവിടെയുണ്ട്. ബ്ലൂവും വൈറ്റും പർപ്പിളും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ വേറെ പൂക്കളും ഉണ്ട് അവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ ആണ്. വെറൈറ്റി ആയിട്ടുള്ള നല്ല പൂക്കളുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി പൂക്കളും ഉണ്ട്. ഇത് ഫ്ലവർ ഷോ ആണ്. ഫുള്ളും ഫ്ലവേഴ്സിൻ്റെയാണ്. ആ പാർക്കിലാണ് കയറിയത്. അത് തന്നെ കണ്ടതിൽ അത് കയറാൻ പറ്റൂലായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു കിഡ്സിൻ്റെ ഇതിനകത്ത് പാർക്കിൽ ഞാൻ കയറി. അതിൻ്റെ എൻ്റെ കുഞ്ഞു അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ സ്ലൈഡേലൊക്കെ കയറി. ഞാൻ ഓരോ ഒബ്സ്റ്റിക്കൽ കോഴ്സ് ഒക്കെ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അടുത്ത വലിയ കൊച്ചുങ്ങളുടെ ഇതിനകത്ത് കയറി. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ ഞാൻ ഡക്കയിലാണ് കയറിയത്. ഡക്കയിലാണ് കയറിയപ്പോൾ അവളെൻ്റെ പുറകെ പിടിച്ച് എന്നെ വലിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലെ കൂടെ നടന്നു വന്നു. അടുത്തത് ഞാൻ വിർച്വലിൽ കയറിയ നല്ല രസമുണ്ടായിരുന്നു. വിർച്വലിൽ കയറിയപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടേ. കുറേ കണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അങ്ങനെ
അതിൽ ഞാൻ ഇതൊക്കെയാണ് കാണുന്നത്. ഇതിൽ ഞാൻ കണ്ടതൊക്കെ എല്ലാം പറയാം. ഇത് കണ്ടു, ഇത് കണ്ടു, ഇത് കണ്ടു, പിന്നെ ഇത് കണ്ടു. ഇത്രയും സാധനങ്ങൾ കണ്ടു. അടിപൊളിയാണ്. നിങ്ങളിവിടെ വന്ന് കാണേണ്ടത് തന്നെ. ഇത് വാഗമണ്ണാണ് ഈ സ്ഥലം. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ, നല്ല നല്ല സീനൊക്കെയാണ് ഇതിനകത്ത് വന്നത്. നല്ല രസമാണ്, നിങ്ങൾ വന്ന് കാണേണ്ടത്. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ എല്ലാ എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളിലൊക്കെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം.